പരശുരാമൻ്റെ കഥയിൽ ജമദഗ്നി മഹർഷി രേണുകയെ ശപിക്കുന്നത് മനസ്സുകൊണ്ട് പരപുരുഷന്മാരെ കാമിച്ചു എന്നുള്ള കുറ്റത്തിനാണ്. അത് പാടില്ല. അപ്പോൾ അതിൽ മനഃപൂർവ്വമായി നിഷ്കർഷിക്കുന്ന ആളുകളുണ്ട്, കാരണം അത് ആശ്രമമായതുകൊണ്ടാണ്. അപ്പോൾ അദ്ദേഹത്തിന് ജമദഗ്നിക്ക് അതിൽ മനഃപൂർവ്വമായ നിഷ്കർഷയുണ്ടായിരുന്നു, മനസ്സുകൊണ്ട് പോലും. അപ്പോൾ മനസ്സിൽ നിന്ന് ജന്മസിദ്ധമായ ഈ മറ്റ് പുരുഷന്മാരോട് തോന്നാവുന്ന ആരാധനാ മനോഭാവം, ആ ആരാധനാ മനോഭാവം പോലും ഒരാശ്രമത്തിൻ്റെ അതിർത്തിക്കകത്ത് സഹിക്കാവുന്ന ഒന്നല്ല. അത് ദുർവിഷഹ്യമാണ്. ഒരാശ്രമാന്തരീക്ഷത്തിൽ അസഹ്യമാണെന്നർത്ഥം. ഇതാണെന്നുകൂടി നല്ല വാക്ക്. അസഹ്യമാണ്. അത് ആശ്രമത്തിൻ്റെ അന്തരീക്ഷത്തെ കളങ്കപ്പെടുത്തുന്നതാണ്. അതുകൊണ്ടാണ് അമ്മയെ കൊന്നുകളയാൻ പരശുരാമന് അദ്ദേഹം ആജ്ഞ കൊടുത്തത്. അപ്പോൾ ഇത് ഒരു സഹജമായ ഭാവമല്ല, ഒരു മാനസിക അവസ്ഥയുമല്ല, പരിശീലനം കൊണ്ട് ഒരു മാനസിക അവസ്ഥ പോലെ ആയിത്തീരുന്നതാണ്. ഇപ്പോൾ ഈ എന്താണ് പേസ് മേക്കറോ, അതങ്ങനെ അവിടെ ഇരുന്നിട്ട് അവരുടെ ശരീരത്തിൻ്റെ ഒരു അവയവം പോലെ ആയിത്തീരും. ഇപ്പോൾ കണ്ണട പോലെയാണ്. കണ്ണട അവിടെ ഇരുന്ന് പിന്നെ കണ്ണട ഇല്ലാതെ നടക്കാൻ വയ്യാത്ത, കണ്ണടയോടുകൂടിയേ നടക്കാവൂ എന്നുള്ളൊരു ശീലം വരും. എന്ന് വെച്ചിട്ട് എടുത്തു മാറ്റാവുന്നതാണെന്നതിന് അർത്ഥമില്ല. ഇത് സ്വഭാവത്തിൻ്റെ അനിവാര്യമായ ഒരു ഘടകമായി മാറും. അതുകൊണ്ട് അതെപ്പോഴും ഉണ്ടായിരിക്കും, അത് ലംഘിക്കപ്പെടുകയില്ല. അത്ര കർശനമായി ഷർട്ട് പോലെയല്ല, അത് ചർമ്മം പോലെ സ്വന്തം ഒരു അവയവമായി മാറും ഈ ശീലം.